ഇന്ന് ക്രിസ്മസ് ആണ് കേട്ടോ. അപ്പൊ ക്രിസ്മസിന് ഇതാ ഞങ്ങളൊരു കേക്കൊക്കെ വാങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ക്രിസ്മസിന് കേക്കൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി കാണിച്ചു തരുകയും ചെയ്ത് ഞങ്ങൾ മുറിക്കുകയും ചെയ്ത്. ഇപ്രാവശ്യം എനിക്ക് ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞങ്ങൾ കടയിൽ നിന്ന് കേക്ക് വാങ്ങി കൊണ്ടുവന്ന്. എന്നാലും ഞങ്ങൾ കേക്ക് മുറിക്കുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ അറിയിച്ചുകൊണ്ടാണ് ഞങ്ങൾ കേക്ക് മുറിക്കുന്നത്. നമ്മുടെ ചെറുപ്പത്തിലത്തെ ക്രിസ്മസ് ആഘോഷമൊക്കെ എങ്ങനെയായിരുന്നു? എൻ്റെ ചെറുപ്പത്തിൽ വലിയ ക്രിസ്മസ് ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ഏരിയയിലൊന്നും ക്രിസ്ത്യാനികളൊന്നും അധികം ഉണ്ടാവില്ല. എവിടെയെങ്കിലും അവിടെ എവിടെയൊക്കെ ഒരു ചെറിയ ചെറിയ വീടുകളുണ്ടാവും. അതുകളിൽ നോക്കാം ഓരോരോ നക്ഷത്രങ്ങൾ കെട്ടി തൂക്കിയിട്ടിരിക്കണം. അല്ലാതെ വലിയ ക്രിസ്മസ് ആയിട്ടൊന്നുമില്ല. പിന്നെ മക്കൾ വളർന്നതിന് ശേഷം ഞാൻ പിന്നെ സ്കൂളിൽ കേക്ക് മുറിച്ചിട്ടുണ്ട്. അന്ന് സ്കൂളിൽ പിന്നെ ഓരോ ക്ലാസ്സുകാർ തമ്മിൽ തല്ലാവും. മറ്റേ അപ്പൂപ്പനും ഓരോ ക്ലാസ്സിൻ്റെ വക ഓരോ ക്രിസ്മസ് അപ്പൂപ്പന്മാരുണ്ടാവും. പിന്നെ ക്രീം കേക്കൊക്കെ വാങ്ങിയിട്ട് അത് തിന്നണേക്കാളിലും കൂടുതൽ ഓരോരുത്തരുടെ മുഖത്ത് തേക്കാനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയൊക്കെ ഞാൻ ആഘോഷിച്ചിട്ടുണ്ട്. അല്ലാതെ ഈ പെരുന്നാളിനും ഓണത്തിനൊക്കെ ആൾക്കാർ വിളിക്കണ പോലെ അങ്ങനെ അങ്ങോട്ട് വീട്ടുകളിൽ പോയിട്ട് അങ്ങനെ ഒന്നും ക്രിസ്മസ് ആഘോഷിച്ചിട്ടില്ല. പിന്നെ വീട്ടിലും അങ്ങനെ ക്രിസ്മസ് അധികം ഇവിടെ ഇല്ലാവുന്നുണ്ടല്ലോ നമ്മളെ ഈ ഏരിയയിലൊന്നും. പിന്നെ ക്ലബുകളിലൊക്കെ മറ്റേ പുൽക്കൂട് കെട്ടും. പിന്നെ ഇവൻ എവിടെന്നെങ്കിലും കുറച്ച് പുല്ല് കൊണ്ടുവന്ന് വെറുതെ അപ്പോഴൊക്കെ ഇവർ കളിക്കണ മക്കളല്ലേ, ഒരു പുൽക്കൂട് പോലെ ഉണ്ടാക്കി വെക്കുക. അപ്പം എൻ്റെ മനസ്സിൽ തോന്നും അപ്പം നമുക്കൊരു കേക്ക് വാങ്ങാമെന്ന്. അപ്പം ഈ സമയത്താണ് ഈ പ്ലം കേക്ക് നന്നായിട്ട് ഒരുപാട് കിട്ടുന്ന ടൈം. അപ്പം ഞാൻ ഇവരുടെ എല്ലാ ബേക്കറി കടകളിലും ഉണ്ടാവും. അപ്പം ഇവർ പാവല്ലേ വെച്ചിട്ട് സ്കൂളിൽ നിന്ന് വന്നിട്ട് പറയാം എനിക്ക് കേക്ക് കിട്ടിയില്ലമ്മ, അവരുടെ അടുത്ത് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയും. അപ്പം എനിക്കൊരു സങ്കടം തോന്നും. അപ്പം ഞാൻ കടയിൽ പോയി ഒരു കേക്ക് വാങ്ങിക്കൊണ്ടുവന്ന് മുറിച്ചു കൊടുക്കും. അതാണ് ഞങ്ങളെ ക്രിസ്മസ് ആഘോഷങ്ങൾ. പിന്നീട് എൻ്റെ കുട്ടിക്കാലത്തൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഈ ലാസ്റ്റ് 2-3 വർഷമായിട്ട് പിന്നെ ഉമ്മയുടെ കേക്ക് തന്നെയാണ്. ഉമ്മ ഉണ്ടാക്കുന്ന കേക്കാണ് ക്രിസ്മസിന് നമ്മൾ ഇതാക്കുക അല്ലേ? ഇപ്പൊ ഞങ്ങൾ ഈ ബ്ലോഗ് തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ തന്നെ കേക്ക് ഉണ്ടാക്കുക, ഞങ്ങൾ തന്നെ മുറിക്കുക. അതിന് ശേഷം ആദ്യമായിട്ടാണ് കേക്ക് വാങ്ങിയത് കേട്ടോ. അപ്പൊ നമുക്ക് കേക്ക് മുറിക്കാം. ഞാൻ മുറിച്ചുതരാം. പിടിക്ക്, ക്യാമറ ചിലപ്പോൾ കാണൂല. അയ്യോ, ഉമ്മാക്ക് പിന്നെ ഷുഗർ ആയതുകൊണ്ടേ ചെറിയ കഷ്ണമുണ്ട്. അടിപൊളി കേക്കാ തോന്നുന്നു കേട്ടോ. അപ്പൊ ഞങ്ങളെ ക്രിസ്മസ് ആഘോഷം എങ്ങനെയാണ് കേട്ടോ. കേക്ക് നല്ല രസമുണ്ട് കേട്ടോ മക്കളാ. പിന്നെ എല്ലാ വർഷവും ഒരു ആശംസകൾ വരും കേട്ടോ. നമ്മളുടെ അശ്വിനും പിന്നെ ഒരു ജിൻസും ഉണ്ട്. അവനായിട്ട് പിന്നെ 2-3 വർഷമായിട്ടുള്ള കമ്പനി ആയിട്ട്. അപ്പോൾ അത് വിളിക്കും. പിന്നെ നമ്മൾ ഡോക്ടറെ കാണാൻ പോയ കാര്യം. മിഞ്ഞാന്ന് ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോയിരുന്നു. അപ്പം ഉമ്മയുടെ കാല് 15-ാം തീയതി വരെ, ജനുവരി 15-ാം തീയതി വരെ റെസ്റ്റാണ് ഇല്ല അമ്മ? ജനുവരി പറഞ്ഞ ഇത് 2025 മക്കളാണ്. 2026 ജനുവരി 15-ാം തീയതിയാണ് ഇനി പോകാൻ പറഞ്ഞത്. എന്ന് വെച്ചാൽ അടുത്ത വർഷം എന്ന് പറഞ്ഞാൽ ഇനി 2 ആഴ്ച കഴിഞ്ഞ അടുത്ത വർഷം ആയി. വലിയ ഡയലോഗൊന്നും വേണ്ട. അടുത്ത വർഷം വരെ ഇതേപോലെ കട്ടിലിരിക്കാനാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. കാല് ശരിക്കും നേരത്തെ കുത്താൻ പാടില്ല. എൻ്റെ മക്കളെ എങ്ങനെ ഇരുന്ന് മടുപ്പ് തോന്നുക കേട്ടോ. ഭക്ഷണവും കഴിക്കാൻ തോന്നില്ല. വേഗം പിന്നെ ഇച്ചിരി ഉറക്കം വരുമോ അതില്ല. വെറുതെ ഇങ്ങനെ കിടക്കുക. എൻ്റെ മോളെ കുട്ടിയുണ്ട്, അത് വന്ന് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കയറി കളിക്കുമ്പോൾ കുറച്ച് സമയം പോകും. പിന്നെ ഉമ്മ ഈ എന്താ പറയാ, ഉമ്മ ഈ മറ്റേ ഉമ്മ ആക്റ്റീവ് ആയിരുന്ന ആളല്ലേ, നടന്നിട്ടും ചാടിയിട്ടൊക്കെ. ഇപ്പൊ സൈഡായപ്പോ ആകെ ആൾക്ക് മൂടില്ല അല്ലേ? ഓരോരോ സാധനങ്ങള് ഓരോരോ കവറുകളിൽ കുഴിച്ചിട്ട് വെച്ചതൊക്കെ വാടി പോയിട്ടുണ്ട്. വെള്ളം ഒഴിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് എൻ്റെ മക്കളെ. ഒഴിക്കണ്ടോന്ന് അറിയില്ല കേട്ടോ. പിന്നെ ഉമ്മയുടെ പരാതി, ഉമ്മ ഉള്ള സമയത്ത് കോഴിമുട്ട തോന കിട്ടിയിരുന്നു അത്ര. ഇപ്പൊ കോഴിമുട്ട കുറച്ച് കിട്ടുള്ളൂ. ഒക്കെ പനിച്ചു കിടക്കാനേ.
പിന്നെ അങ്ങനെ കോഴിമുട്ട കിട്ടുക. പനിച്ച് കിടക്കൂടെ കോഴിമുട്ടകളൊന്ന് കോഴികളെ ഞാനൊന്ന് വെള്ളത്തിൽ മുക്കിയിടുക, കെട്ടിയിടുക, അങ്ങനെയൊക്കെ. ഇവർക്ക് അതൊന്നും അറിയില്ലല്ലോ, അതൊന്നും പരാതിയില്ല. ഒന്നും ചാവാതെയും നഷ്ടപ്പെടാതെ ഇരുന്നാ മതി ഞാൻ എണ്ണിക്കുമ്പോഴത്തേക്ക്, പിന്നെ ഞാൻ നോക്കിക്കോളാം. അയ്യോ. അപ്പൊ ഇന്നത്തെ ക്രിസ്മസ് വിശേഷങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ ചിക്കൻ വാങ്ങിയിട്ടുണ്ട്, ഇന്ന് ചിക്കൻ കൂട്ടിയിട്ടാണ് അടിപൊളി ചോറില്ലമ്മ. അപ്പൊ എല്ലാരും എൻ്റെ വീഡിയോ കാണണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എല്ലാവർക്കും എൻ്റെ വകയും ക്രിസ്മസ് ആശംസകൾ.